ഈ സ്തുതി കൊണ്ട് എങ്ങനെ ചമൽക്കാരമുണ്ടാക്കും, എങ്ങനെ അദ്ദേഹത്തെ അലങ്കരിക്കും എൻ്റെ വാക്കുകൊണ്ട്. ഈ സ്തുതിയിൽ ഗീത കലയും ഉണ്ട്. ഗീതക കല, പദ്യ രൂപത്തിലുള്ള ചൊല്ലാനുള്ള കലയുമുണ്ട്. സാഹിത്യകലയുമുണ്ട്. സംഗീതകലയുമുണ്ട്, സാഹിത്യകലയുമുണ്ട്. എന്നിട്ടും ശങ്കരഭഗവാനെ ചമൽകൃതനാക്കാനാവില്ല. എന്തുകൊണ്ടെന്നാൽ വാണി മാത്രത്തിൻ്റെ നിർമ്മാണം ശങ്കരനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വാണി എടുത്താണ് ഞാൻ ഈ ചമൽക്കാരം ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ പട്ടുവസ്ത്രം ഉണ്ടാക്കിയവനിൽ നിന്ന് ഒരെണ്ണം വാങ്ങി അതിൻ്റെ ഒരു കഷ്ണം കാണിച്ച് അദ്ദേഹത്തെ വിസ്മയിപ്പിക്കാൻ പോകുന്ന പോലെ. മനസ്സിലായില്ല? കൊല്ലക്കൂടിയെ സൂചിപ്പിക്കാൻ പോകുന്ന പോലെയെന്ന്. അതുപോലെയാണ് ഞാൻ ഈ പണി ഇപ്പം ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നല്ലൊരു പൂന്തോട്ടത്തിൽ നിന്ന് അതിൻ്റെ ആ പൂന്തോട്ടത്തിൻ്റെ ഉടമയെ ആ പൂന്തോട്ടത്തിൽ നിന്ന് രണ്ട് പൂ പറിച്ചെടുത്ത് കാണിച്ച് വിസ്മയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ. നിറച്ച് പൂക്കളാണ് നിൽക്കുന്നത്, അതിൻ്റെ നടുക്കുന്ന് നമ്മളൊരെണ്ണം പറിച്ചത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ തന്നെ വിസ്മയിപ്പിക്കാൻ പോകുന്ന പോലെ. എൻ്റെ വാണിയും അതുകൊണ്ട് ദൂരെയാണ്. ബൃഹസ്പതിയുടെയും ബ്രഹ്മാവിൻ്റെയും വാണിക്ക് പോലും അങ്ങയെ വിസ്മയിപ്പിക്കാൻ പറ്റില്ല, പിന്നല്ലേ എൻ്റെ. അതിൻ്റെ എല്ലാം രചയിതാവ് അങ്ങാണല്ലോ. വാണിയുടെ അമൃതരൂപീ രസത്തെ സൃഷ്ടിക്കുന്ന അങ്ങയുടെ ഹൃദയത്തിൽ ആരുടെ വാണിയാണ് രസോത്ഭാവനം ചെയ്യുക? അങ്ങ് വാണിയിൽ അമൃതം പൊഴിച്ചു നിൽക്കുന്നവനാണ്. എൻ്റെ വാണിയിലും മധു ഉണ്ട്. അമൃതം ഉളവാക്കുന്നവന് മധു ആശ്ചര്യമുണ്ടാക്കുമോ? സ്തുതിപാഠകന്മാരും കവികളും സ്തുതിയെ ചെയ്യുമ്പോൾ രാജാക്കന്മാരും മറ്റും അവരുടെ വാണി കൊണ്ട് പ്രസന്നരാവും. എന്നാൽ ഹേ ഭഗവാൻ, അങ്ങ് അപ്രകാരം പ്രസന്നനാവില്ല. പരിച്ഛിന്നരായ രാജാക്കന്മാരും മറ്റും ഉത്കർഷബോധകമായ സ്തുതികളെ കൊണ്ടും മറ്റും പ്രസന്നരാവും. എന്നാൽ ഹേ ബ്രഹ്മൻ, അങ്ങ് അപരിച്ഛിന്ന ബ്രഹ്മസ്വരൂപനാകയാൽ അതുകൊണ്ട് എങ്ങനെ പ്രസന്നനാവും? ഹേ ബ്രഹ്മൻ, അവിടുന്ന് സമസ്ത ജഗത്കാരകനാണ്. എല്ലാ രസഗന്ധ കാമാദികളും അങ്ങയുടേതാണ്. അതിലൊന്നും എൻ്റെ അല്ല, അങ്ങയുടേതാണ്. നിത്യതൃപ്തനായ അവിടുന്ന്, ആപ്തകാമനായ അവിടുന്ന് സ്തുതികൾ കൊണ്ട് എങ്ങനെ പ്രസിദ്ധനാവും? ഇതാണ് സാരം. അപ്പോൾ ഈ ശിവസ്തുതി എന്ന് പറഞ്ഞ് വായിക്കുമ്പോൾ സത്യത്തിൽ ഇത് സ്തുതി അല്ലാത്തൊരു സ്തുതിയാണ്. പിടിയിട്ടില്ല. സ്തുതിക്കുക എന്നത് പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്തുതി. അതാണ് ഇതിൻ്റെ ഗാംഭീര്യം. ഒരു ഓഫീസിൽ നിന്ന് ഒരുത്തനെ ഡിസ്മിസ് ചെയ്തു. കേരളത്തിലെ വലിയൊരു കമ്പനിയാണ്. കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിലാണ്. ഒരു ചീഫ് എഞ്ചിനീയർ പോസ്റ്റിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരുത്തനെ മാനേജ്മെൻറ്റ് പിരിച്ചുവിട്ടു. കുറേ കൊള്ളിക്കരുതാഴികയൊക്കെ കാണിച്ചിട്ടാണ്. അളവില്ലാത്ത കൊള്ളിക്കരുതാഴിക അതിന് മുമ്പിരുന്ന ആളിൻ്റെ കീഴിലിരുന്ന് കാണിച്ചുകൊണ്ടിരുന്നു. പുതിയ ആൾ വന്ന് ചാർജ് എടുത്തപ്പോൾ ഇതെല്ലാം കൂടി വന്നു. എല്ലാം തെളിവ് സഹിതമാണ് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ അകപ്പാടെ കരഞ്ഞുകൊണ്ടോടി. പക്ഷേ പുറത്താക്കാനുള്ള തെളിവുണ്ടാക്കിയെല്ലാം തൊട്ട് മുകളിലിരിക്കുന്നവൻ എല്ലാ വഴിയടച്ചാണ് എഴുതിയിരിക്കുന്നത്. തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. സസ്പെൻഡ് ചെയ്ത് തിരിച്ച് ഡിസ്മിസലാകുകയല്ലാതെ 3-4 ദിവസത്തിനുള്ളിൽ ഡിസ്മിസലാവുകയല്ലാതെ തിരിച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ ഒരാളോട് എന്ന് ചോദിച്ചു എങ്ങനെയാണൊന്ന് കയറാൻ പറ്റുക? അപ്പോൾ അയാൾ വളരെ സാമർഥ്യത്തോടുകൂടി പറഞ്ഞു, രാവിലെ
മേലാവ് ഏറ്റവും മുകളിലുള്ള ആൾ CMD രാവിലെ പൂജയ്ക്കും ധ്യാനത്തിനും കയറും. അപ്പോൾ ഭാര്യ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. അവർ രാവിലത്തെ തേവാരമൊക്കെ കഴിഞ്ഞ് വെള്ളവുമായിട്ട് ഇറങ്ങി വരുമ്പോൾ നേരെ ചെന്ന് ആ കാൽക്കിലേക്ക് വീഴുക, സാഷ്ടാംഗം. എഴുന്നേക്കരുത്, ചെറിയ ഉറപ്പ് കിട്ടിയിട്ട് എഴുന്നേക്കാവും. അപ്പോൾ പിടിയാലെ പിടിച്ചു. അപ്പോൾ മോളിൽ നിന്ന് പറഞ്ഞു, ഇടൂ തന്നെ നിയമിക്കാൻ എനിക്കല്ല ബുദ്ധിമുട്ട്. മേലാവേറ്റു വന്നു. ഭാര്യയെ വിളിച്ചപ്പം പറഞ്ഞു, ഈ പാവത്തിന് എന്തെങ്കിലും ഉച്ച വെളുപ്പാൻ കാലത്തെ അതും ഒരു ബ്രാഹ്മണൻ വന്ന് കാലേ വീഴുന്നു. ചെന്നിരിക്കുന്നവനും അതെ. എന്ന് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യ്, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിട്. അപ്പോൾ ഉടനെ തന്നെ മേലാവ് പറഞ്ഞു, എടോ ഞാനല്ല പ്രശ്നം, തന്നെ 2ഓ 3ഓ സ്ഥാനം താത്തിയെങ്കിലും തൽക്കാലം അവിടെ നിയമിക്കാമെന്ന് വെച്ചാൽ തനിക്കെതിരെയുള്ള തെളിവെല്ലാം കൃത്യമാണ്. അദ്ദേഹം ഒബ്ജക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പതുക്കെ ഒന്ന് അന്വേഷിച്ചിട്ടെന്ന് മറ്റേ പറഞ്ഞു കൊടുത്ത ആളിനോട് എന്ന് പറഞ്ഞു, രക്ഷയില്ലാന്ന്. മുകളിലുള്ളത് എങ്ങനെയും നടക്കുമെന്ന് വെച്ചാലും നേരെ മുകളിലുള്ള ആൾ 10 പൈസ കൈക്കൂലി ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല, ഒരു റെക്കമെൻഡേഷനും ഇന്ന് വരെ കേട്ടിട്ടില്ല, ഒരു മദ്യവും കഴിക്കാൻ പോയിട്ടില്ല, ഒരു മാലിന്യവും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പം മറ്റേ ആൾ വയ്യെ പറഞ്ഞു കൊടുത്തു, താൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറയുക, സാധാരണ മനുഷ്യനൊക്കെ ആണെങ്കിൽ എൻ്റെ സാറേ കുറച്ച് പൈസ കൊടുത്താൽ ശരിയാവും, കുറച്ച് മദ്യം വാങ്ങിച്ചു കൊടുത്താൽ ശരിയാവും, സാർ ഇതിലൊന്നും വീഴുകയില്ലെന്ന് പറഞ്ഞൊന്ന് സമീപിച്ചു നോക്ക്. സ്തുതിയുടെ ആ രീതി നോക്കുക. മനസ്സിലായില്ല? പിടിയിട്ടില്ല. ഇയാളവിടെ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ബാക്കി ആരായിരുന്നെങ്കിലും ഞാനൊന്ന് കയറി. ഈ നാട്ടിലുള്ള മുഴുവൻ പേരും പറയുന്നുണ്ട്, സാറായതുകൊണ്ട് എൻ്റെ കാര്യം പോക്കാൽ. ഞാൻ എന്താ ഇവിടെ എല്ലാവരും എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടോ? ഞാൻ ഏതായാലും തന്നെ ഉപദ്രവിക്കുന്നില്ല. മനസ്സിലായില്ല? തനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ല. മറ്റാരെങ്കിലും തന്നെ തിരിച്ചെടുക്കുന്നെങ്കിൽ ഞാൻ ഉപദ്രവിക്കില്ല. മതി സാറേ. ഓടിച്ചെന്ന് മറ്റേ പറഞ്ഞു കൊടുത്തവനോട് പറഞ്ഞ് ഏറ്റവും എന്ന് പറഞ്ഞ പോലെ ഇത് സ്തുതിയിലെ ഏറ്റവും വലിയ സ്തുതിയാണ്. സ്തുതി അല്ലെന്ന് പറഞ്ഞ് സ്തുതിക്കുക. പിടിയിട്ടില്ല? അങ്ങയെ സ്തുതിക്കാൻ പറ്റുമോ? ആരുടെയെങ്കിലും സ്തുതി അങ്ങ് കേൾക്കുമോ? അങ്ങനെ സ്തുതിക്കെല്ലാം അതീതനാണ് എന്നൊരു സ്തുതി. അതുകൊണ്ട് സ്തുതിയിൽ ഏറ്റവും ഉയർന്ന സ്തുതിയാണ് പുഷ്പദന്തൻ്റെ സ്തുതി. ഇതിന് തുല്യം സ്തുതിയില്ല. അതുകൊണ്ട് ഇത് സർവാദരണീയമാണ് ഭക്തിലോകത്ത്. ഇതിനേക്കാൾ കൂടുതൽ പറയാൻ പറ്റില്ല ഒരാൾക്ക്. നിങ്ങൾക്ക് പിടികിട്ടിയോന്നറിയില്ല, മനസ്സിലായോന്നറിയില്ല. ഇത് പഠിച്ച ആരുടെ അടുക്ക പോയി പ്രയോഗിക്കരുത്. അപ്പോൾ ഹേ ബ്രഹ്മൻ, അവിടുന്ന് സമസ്ത ജഗത്കാരകനാണ്. എല്ലാ രസഗന്ധ കാമാദികളും അങ്ങയുടേതാണ്. നിത്യതൃപ്തനാണ്. അവിടുന്ന് ആപ്തകാമനാണ്. അവിടുന്ന് സ്തുതികൾ കൊണ്ട് എങ്ങനെ പ്രസന്നനാവും? പുനാമിത്യർത്ഥേ, അങ്ങയെ ചമൽകൃതനാക്കുന്നതിന് ഞാൻ പ്രയത്നിക്കുന്നില്ല. എനിക്ക് അങ്ങയെ ചമൽക്കരിക്കാനാവില്ല. എൻ്റെ വാണിയെ പവിത്രീകരിക്കുന്നതിന് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇത്രയും പവിത്രനായ അങ്ങയെ സ്തുതിച്ച് എൻ്റെ വാണി പവിത്രമാകാനാണ് ഞാൻ സ്തുതിക്കുന്നത്. ഭഗവാനെ സ്തുതിച്ച് തൻ്റെ വാക്കിനെ പവിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തിയുടെ സമ്മേളനം, അതാണ് പുഷ്പദന്തൻ്റെ ശിവമഹിമ.
എനിക്ക് എൻ്റെ വാണി പവിത്രമാകണം. എൻ്റെ വാണിയുടെ പവിത്രത അങ്ങയുടെ നാമം ഉച്ചരിച്ചു വേണം. വിഷയങ്ങൾ ഉച്ചരിച്ചും വിഷയലോകങ്ങളെ പ്രശംസിച്ചും ദുരദുഷ്ടമായ വിഷയങ്ങളിൽ ജീവിച്ചും കുശുമ്പും കുന്നായ്മയും പറഞ്ഞും എൻ്റെ വാണി കളങ്കഭംഗിലമായിരിക്കുന്നു. എൻ്റെ നാവ് അപവിത്രമായിരിക്കുന്നു. എന്തെല്ലാം വേണ്ടാസനങ്ങൾ പറഞ്ഞ നാവാണിത്. എൻ്റെ നാവിനെ പവിത്രീകരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ലൗകിക സ്തുതിനിന്ദകൾ കൊണ്ട് എൻ്റെ വാണി അപവിത്രമായിട്ടുണ്ട്. അങ്ങയുടെ നാമം കൊണ്ട് എൻ്റെ വാണിയെ പവിത്രീകരിക്കുവാനാണ് ഞാൻ സ്തുതിക്കുന്നത്. ഉദാരമായ സങ്കല്പം, കുറച്ചുകൂടി പറഞ്ഞാൽ ഉദാത്തമായ സങ്കല്പം, അതാണ് ഭക്തി. അത് ശരിക്കും പഠിക്കുമ്പോൾ ഉള്ളിൽ തട്ടി പഠിച്ചാൽ ഇനി അങ്ങോട്ട് ഭഗവൻ നാമം കൊണ്ട് വേണം എൻ്റെ നാവ് ശുദ്ധമാക്കാൻ എന്ന് ഏതു ഭക്തനും തോന്നുന്ന വിധം ഗാംഭീര്യമുള്ളതാണ് പുഷ്പദന്തൻ്റെ കഥനം. മനസ്സിലായി? പിടികിട്ടി? വീണ്ടും പുരമഥന. ഹേ ത്രിപുരാരി, പുരത്തെ മഥിക്കുന്നവൻ. പുരം മുപ്പുരം, വെഷ്ടിയിൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ. മുപ്പുരവൈരിപുരം മോക്ഷം. ഹേ ത്രിപുരാരി, ദേവകളുടെ സ്തുതി കേട്ട് അങ്ങ് ത്രിപുരാസുരനെ വധിച്ച് പൃഥ്വിയെ പവിത്രമാക്കി. ത്രിപുരന്മാർ 3 പുരമാണ്. ഒന്ന് സ്വർണമയം, മറ്റൊന്ന് രജതമയം, വേറൊന്ന് ഇരുമ്പ് ആയസമയം, ഒന്ന് സുഷുപ്തി, 2 സ്വപ്നം, 3 ജാഗ്രത്. സ്വർണമയമായത് അന്യഥാഗ്രഹണമായ ജാഗ്രത്, വെള്ളിമയമായത് അന്യഥാഗ്രഹണമായ സ്വപ്നം, ഇരുമ്പിന് സമാനമായത് അഗ്രഹണമായ സുഷുപ്തി. 3 പുരങ്ങളിലാണ് ആസുരീഭാവം ചേർന്ന് സൃഷ്ടിയും സ്ഥിതിയും നടത്തി സംഹാരവും നടത്തി മുപ്പുരൻ പുളയ്ക്കുന്നത്. ആ മുപ്പുര വൈരി ബോധം ശരിക്കുണർന്നാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഛിദ്യന്തേ സർവസംശയ, ക്ഷീയന്തേ ച അസ്യ കർമാണി, തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ പരാവരയെ ദർശിച്ചു കഴിഞ്ഞാൽ, പ്രണവത്തെ, ശങ്കരനെ, പരമമായ അമൃതത്വത്തെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാഗ്രത് സ്വപ്നങ്ങളില്ല. മുപ്പുരങ്ങൾ തകർന്നു. ആ മുപ്പുരവൈരിപുരം ഗമിച്ചു. അതുകൊണ്ട് അങ്ങ് ത്രിപുരാസുരനെ വധിച്ച് ഭൂമിയെ പവിത്രമാക്കി. അതുപോലെ എൻ്റെ സ്തുതി കേട്ട് എൻ്റെ വാണിയെ പവിത്രമാക്കിയാലും ഈ വാണി ആസുരീ സമ്പത്ത് കൊണ്ട് ദൂഷിത വ്യവഹാരത്താൽ കളങ്കിതമായിരിക്കുന്നു. അങ്ങല്ലാതെ ആർക്കും എൻ്റെ വാണിയെ പവിത്രമാക്കാനാവില്ല.
വാണിയാണ് എൻ്റെ വ്യക്തിത്വം. വാക്കെങ്ങനെയോ അങ്ങനെയാണ് വ്യക്തി. അതുകൊണ്ടാണ് രാവിലെ പ്രാർത്ഥിക്കുക, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. ഓരോ ഇന്ദ്രിയത്തിൻ്റെയും അധിഷ്ഠാതൃ ദേവതകളുണ്ട്. അവ അനുഗ്രഹിച്ചാൽ ഭദ്രമായി കേൾക്കും. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വിപരീതാർത്ഥം തോന്നും. ശരിയല്ല. അച്ഛൻ മക്കളെ വിളിച്ചാൽ, മക്കൾ അച്ഛനെ വിളിച്ചാൽ, ബന്ധുക്കളെ വിളിച്ചാലൊക്കെ ആ വിളിക്കുമ്പോൾ തന്നെ അവർ പറയാൻ പോകുന്നത് ഇന്നതായിരിക്കും എന്ന് സ്വന്തം കാലുഷ്യം കൊണ്ട് തോന്നി അങ്ങോട്ട് ചൂടാവും. കണ്ടിട്ടില്ല? ശരിയല്ല. ഫോണിലൊക്കെ വിളിക്കുമ്പോൾ നോക്കിയാൽ മതി, മറ്റേയാൾ ഹലോ എന്ന് പറഞ്ഞേ ഉള്ളൂ, എന്താ അവിടെ, അവൻ തീർന്നിട്ടുണ്ടാവും. ശരിയല്ല. ഫോൺ എടുക്കുന്നത് ആരാണെന്ന് അറിയാൻ പാകത്തിന് സൗമ്യമധുരമായി അവന് സംഘർഷം ഉണ്ടാകാതെ ഫോണിൻ്റെ ഇങ്ങേ തലയ്ക്കൽ ആരാണ് എന്നുള്ള പേര് പറഞ്ഞാൽ അവൻ ആദ്യം സമാധാനം കിട്ടും. മനസ്സിലായില്ല? അതാണ് മര്യാദ. ഞാനാ, മനസ്സിലായില്ല, ഞാനാണെന്ന് പറഞ്ഞില്ലേ, മനസ്സിലായില്ല. പിന്നെ കുറേ നേരം ഇത്രയും കാശൊന്നും കളയണ്ട, പേര് പറഞ്ഞാൽ മതി. ഒറ്റ വാക്കും അങ്ങോട്ട് പറയണതുണ്ട്. ഹലോ എന്ന് പറയുന്നത് പോലും ചിലപ്പോൾ ഒഴിവാക്കിയിട്ട് ഫോൺ അടിക്കുമ്പോഴേ നിർമ്മലാനന്ദൻ എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട ആളിനെ ഒന്ന് കിട്ടിയല്ലോ എന്നുള്ളത് സമാനം അപ്പുറത്ത് ആദ്യം ഉണ്ടാവും. പിടികിട്ടിയില്ല. അത് കഴിഞ്ഞാൽ അത്രയും ദൂരത്തിലാണ്, വാക്ക് അത്രയും അകലെയാണ് ചെല്ലുന്നത്. അതിൻ്റെ ശബ്ദവിന്യാസം യന്ത്രം തന്നെ കുറേ യാന്ത്രികമാക്കും. ശരിയല്ല. ഇത് കരുതണം. അപ്പോൾ ഇവിടെയൊക്കെ ശബ്ദത്തെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. വാണി പലപ്പോഴും കളങ്കപങ്കിലമാണ്. 1000 രോഗങ്ങളെ ഏറ്റുവാങ്ങുന്നത് വാണി ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിത്യവും പ്രാർത്ഥിക്കണം, ഭദ്രമായി കേൾക്കാനും ഭദ്രമായി പറയാനും. 2 ധർമ്മമാണ്. ഭദ്രമായി കേൾക്കുക, ഭദ്രമായി കേൾക്കണമെന്നുണ്ടെങ്കിൽ വാസനകളിൽ കേൾക്കരുത്. പകരം പറയുന്നത് കേട്ട് അവൻ്റെ നിശബ്ദതയെ ഉൾക്കൊള്ളണം. ഒരു ശബ്ദം അവൻ ഉപയോഗിക്കുന്ന അവൻ്റെ നിശബ്ദതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. അത് ശബ്ദം കൊണ്ടാണെന്നുള്ളതാണ് വൈകല്യം. മനസ്സിലായില്ല? നിശബ്ദത പ്രകടിപ്പിക്കുവാൻ മനുഷ്യൻ്റെ കയ്യിൽ ഭാഷയേ ഉള്ളൂ. അത് ശബ്ദമുഖരിതമാണ്. അപ്പം ശബ്ദായമാനമായ ഒരു ഭാഷ കൊണ്ട് നിശബ്ദതയെ പ്രകടമാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ ശ്രദ്ധ പോരാ. ഇതൊക്കെ ഓർക്കണം നല്ലോലെ. അതുകൊണ്ടാണ് ആചാര്യന്മാർ വളരെ ഭംഗിയായി പറയും, ഭദ്രം കർണേഭി ശൃണുയാമ.
ഞങ്ങൾ ഭദ്രമായി കേൾക്കുമാറാകട്ടെ. ഭദ്രമായി പറയണം. സ്വസ്തിനോ ബൃഹസ്പതിർദധാതു. ബൃഹസ്പതി, ബൃഹതി യേഷാപതി, വാചസ്പതി, വാക്പതി സ്വസ്ഥനാകണം. വാക്പതി, വാക്കാരിൽ നിന്ന് വരുന്നുവോ ആ വാക്കിനെ ധരിക്കുന്നവൻ വാക്പതിയാണ്. വാക്പതി ശാന്തനാണ് എങ്കിൽ മാത്രമാണ് വാക്ക് മധുരമായും അമൃതമായും വരിക. മധുമൊഴി, കനിമൊഴി, സുഭാഷിണി എന്നൊക്കെ പേരിടും. മനസ്സിലായില്ല അല്ലേ? കനിമൊഴി എന്നൊക്കെ പേരുണ്ടെന്നോ? ഇല്ല. ആ ആ ആ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ തിരിഞ്ഞിട്ട് ഇട്ടത് പേര് തെറ്റിപ്പോയെന്നോ ശരിയായെന്നോ ഒക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ പറയണ്ട. എന്തായാലും പേരുണ്ട് ഇല്ലേ? കനിമൊഴി, മധുമൊഴി, ഇങ്ങനെയൊക്കെ പേരുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? അതുകൊണ്ട് മധുരവാണി, അമൃതവാണി, അത് ചിലരുടെ അടുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ഒലക്ക കൊണ്ട് കൗബീനെ പിടിപ്പിച്ചു വിടും. മനസ്സിലായില്ല? കണ്ടിട്ടില്ല അത്തരക്കാരെ? ഒരു 10 മിനിറ്റ് കൊണ്ട് ഒലക്കയും കൊണ്ടാണ് ചെന്നത് തല്ലാൻ. പക്ഷെ ആ ഒലക്ക തിരിച്ചു വാങ്ങിച്ച് അവനെ കൗബീനെ പിടിപ്പിച്ച് സ്ഥലം പിടിക്കും. അതാണ് വാക്പതികളുടെ മിടുക്ക്. വാക്കത്ര മധുരമായിരിക്കണം. ഒരു രോഗവും ഉണ്ടാവില്ല. അത്തരം വാക്കുണ്ടാകുന്ന ഒരുവൻ ഒരു നാട്ടിലുണ്ടായാൽ മതി, ആ നാട്ടിലെ സമസ്ത രോഗവും പോകും. എല്ലാ വൈറസുകളും അമീബകളും ബാക്ടീരിയകളും അവൻ്റെ മധുവാണിയിൽ മുട്ടേറ്റ് ചെയ്യപ്പെടും. പഴയകാലത്ത് അമ്മമാരിതാ ചെയ്തിരുന്നത്. പഴയകാലത്തെ അമ്മമാരുടെ മധുരമൊഴിയിലാണ് രോഗങ്ങൾ പോയിരുന്നത്. പഴയകാലത്തെ കുടുംബത്തിൻ്റെ ആരോഗ്യം നിലനിന്നിരുന്നത് അവരുടെ പ്രകൃത്യാ ഉള്ള സ്വഭാവേനയുള്ള പാരമ്പര്യ പ്രേരിതമായ മധുരമൊഴി കൊണ്ടാണ് കുടുംബം മുഴുവൻ ആരോഗ്യത്തോടെ ജീവിച്ചത് എന്ന് നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ആംഗലേയ വിദ്യാഭ്യാസവും കഴിഞ്ഞ് കിക്കിരിയും തൂക്കി ഇറങ്ങിയോ അന്ന് മധുമൊഴി പോയി. വിമൻസ് ലിബറേഷനും മാസികാപത്രങ്ങളും വനിതാ പ്രസിദ്ധീകരണങ്ങളും വനിതകളെ ലാക്കാക്കി ഉണ്ടാക്കിയ സിനിമകളും സീരിയലുകളും രംഗപ്രവേശം ചെയ്തതോടുകൂടി നാവ് ദൂഷിതമായി. പിള്ളേർക്ക് ആരോഗ്യമില്ല, തന്തയ്ക്ക് ആരോഗ്യമില്ല, കുടുംബത്തിന് ആരോഗ്യമില്ല. ആരെങ്കിലും ഇവളെ കണ്ടുപോയാൽ അവൻ്റെ ആരോഗ്യം. തല്ലുവായിരിക്കും, സത്യമാണ്. കാരണം വായ തുറന്നാൽ പാമ്പും പഴുതാരയും പല്ലിയും ഒക്കെയാണ് പുറത്ത് ചാടുന്നത്. പണ്ടോരയുടെ പെട്ടി തുറക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ഇന്ന് വിദ്യാഭ്യാസമുള്ളവരുടെ വാ തുറക്കുന്നത്. പണ്ടോരയുടെ പെട്ടി കേട്ടിട്ടുണ്ടാവും. പണ്ട് പ്രോമിത്യൂസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഗ്രീക്ക് മിത്തോളജിയിൽ. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. പ്രോമിത്യൂസിനെ ഒരിക്കൽ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു.
പ്രോമിത്യൂസ് സ്വർഗത്തിൽ ചെന്നപ്പോൾ നല്ല വേവിച്ച ഭക്ഷണമൊക്കെ കിട്ടി. സ്വർഗത്തിൻ്റെ വരദാനമായിരുന്നു അഗ്നി. പ്രോമിത്യൂസിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വേദന തോന്നി. അദ്ദേഹം നന്നായി കഴിച്ചില്ല. കാരണം തൻ്റെ സഹജീവികളായ ഭൂമിയിലുള്ളവർക്ക് ഈ അഗ്നി നിഷിദ്ധമാണ്. പ്രോമിത്യൂസ് ഈ അഗ്നി കാണാൻ പോയ കൂട്ടത്തിൽ അതിൽ നിന്ന് ഒരു തരി ഊതി തെറിപ്പിച്ചു ഭൂമിയിലേക്ക്. അങ്ങനെ ഭൂമിയിൽ അഗ്നി പടർന്നു. അങ്ങനെയാണ് നമുക്ക് അഗ്നി കിട്ടിയത് മിത്തോളജിക്കലായി. ഫലം പ്രോമിത്യൂസിനെ ദേവന്മാർ ശിക്ഷിച്ചു. 2 പാറകൾക്ക് നടുവിൽ ചങ്ങലക്കിട്ടു. ഒരു കഴുകൻ നിത്യവും വന്ന് പ്രോമിത്യൂസിൻ്റെ സ്നേഹമുള്ള ഹൃദയം കൊത്തിപ്പറിച്ചു. ഒടുവിൽ ഒരു ദിവസം ചോദിച്ചു, ഇനിയും നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ വീണ്ടും മനുഷ്യ നന്മയ്ക്ക് ചെയ്യുമെന്ന് പറയാൻ പ്രോമിത്യൂസിന് മടിയൊന്നും തോന്നിയില്ല. ആ പ്രോമിത്യൂസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നായപ്പോൾ ഭൂമിയെ ശിഥിലമാക്കാൻ, ഭൂമിയിൽ അഗ്നിയൊക്കെ കിട്ടിയത് ശിഥിലമാക്കാൻ പണ്ടോരയെ ഏൽപ്പിച്ചു. സുന്ദരിയായ ഒരു സ്ത്രീ നേരെ പ്രോമിത്യൂസിൻ്റെ സഹോദരൻ എപ്പിമിത്യൂസിൻ്റെ അടുക്കലെത്തി. അപ്പം ഇയാൾ ഈ സ്ത്രീയെ കണ്ടു, ഈ പെട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇയാളോട് വളരെ സ്നേഹത്തിൽ കൂടിയിട്ട് പറഞ്ഞു, ഈ പെട്ടിയോട് വെച്ചു, ഇതിനകത്ത് വളരെ അപകടം പിടിച്ച കാര്യങ്ങളുണ്ട്, ഇത് തുറക്കരുത് എന്ന് പറഞ്ഞു. സത്യം തന്നെയാണ് പറഞ്ഞു. പക്ഷേ ഇയാൾക്ക് ഇതെന്താണെന്നറിയാനുള്ള ഔത്സുക്യം കൂടിക്കൂടി വന്നു. തുറക്കരുത് കേട്ടോ എന്ന് നേരത്തെ വളരെ വാണിംഗ് കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ ഒരു ദിവസം അയാൾ ആരും കാണാതെ പെട്ടി തുറന്നു. അതിൽ നിന്ന് അസൂയ, കുശുമ്പ് തുടങ്ങിയ എല്ലാ ദുഷ്ടജീവികളും പുറത്തിയാടി മനുഷ്യൻ്റെ ഇടയിലേക്ക്. മതം, മാത്സര്യം തുടങ്ങിയുള്ള എല്ലാ ജീവികളും ഈ പെട്ടിക്കകത്തു നിന്ന് പുറത്ത് ചാടിയപ്പോൾ ഇയാൾ പേടിച്ച് ഈ പെട്ടി അടച്ചു. അപ്പോൾ ആകെ രക്ഷിക്കാവുന്ന ഒരു അഹിംസാദേവതയുള്ളത് അതിനകത്തും പെട്ടു. ഇതുപോലെയാണ് ഈ വാ തുറന്നാൽ സകല കുശുമ്പും സകല കുന്നായ്മയും സകല ഇതും പുറത്തിയാടും. അതോടുകൂടി ആരോഗ്യം അകലെയാവും. നാവ് എങ്ങനെയോ അങ്ങനെയാണ് ആരോഗ്യം. വിദ്യാഭ്യാസം കൂടുന്തോറും ഇത് കൂടും. മറ്റൊരുത്തന് ഹൃദയത്തിൽ അല്പം സമാധാനം കൊടുക്കാൻ പാകത്തിന് സംസാരിക്കുന്നവരില്ലാതായിരിക്കുന്നു. എങ്ങനെ വാപൊളിച്ചാലും ഭയപ്പെടുത്തുക. ആക്രന്ദനങ്ങൾ കൊണ്ട് വാണിയെ ശിഥിലമാക്കിയവർ. അതുകൊണ്ട് സകല ആസുരീ സമ്പത്തിയും നിറഞ്ഞ ദൂഷിത വ്യവഹാരങ്ങൾ കൊണ്ട് കളങ്കപങ്കിലമായ എൻ്റെ വാണിയെ പവിത്രീകരിക്കാൻ ഹേ ഭഗവൻ അങ്ങല്ലാതെ ആരുമില്ല. അങ്ങയെ സ്തുതിച്ചും അങ്ങയുടെ നാമങ്ങളെ ഉച്ചരിച്ചും ഞാൻ എൻ്റെ ഈ വാണിയെ പവിത്രീകരിക്കട്ടെ. എൻ്റെ വാണി പവിത്രമാക്കണേ എന്ന് വേറൊരു പ്രാർത്ഥന ഞാൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ സ്തുതി അങ്ങയാൽ സംയുക്തമാകൊണ്ട് അത് സ്വയം എന്നെ പവിത്രമാക്കും. അതുകൊണ്ട് അങ്ങയുടെ വാണി മതി. അങ്ങയുടെ സ്തുതിയാൽ പവിത്രമായ വാണി കൊണ്ട് വേദമന്ത്രങ്ങളാൽ ജപ്യമായ അങ്ങയുടെ പരമപദത്തെ ഞാൻ അവശ്യം പ്രാപിക്കും. അങ്ങയുടെ സ്തുതിയാൽ പവിത്രമാക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സിദ്ധി. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഇനി അടുത്ത മന്ത്രത്തിൻ്റെ മുഖവുര 4, ശ്ലോകം 4, അതിൻ്റെ മുഖവുര. വാണിയുടെ പവിത്രതയിൽ വേദപാഠാദി പ്രയുക്തമായ സദ്ഗതി പ്രാപിക്കും. ഇത് മാത്രമല്ല, അതിനാൽ മനസ്സിൻ്റെ പവിത്രത തഥാ നിർമ്മലജ്ഞാന ബ്രഹ്മചര്യ സത്യ തപസ്സിനെ പ്രാപിക്കും. വാണി പവിത്രമായാൽ അപ്പോൾ തന്നെ നൈർമല്യം വരും.
വാക്ക് പവിത്രമാകാതെ നൈർമല്യമുണ്ടാവില്ല. അതുകൊണ്ട് വാക്കാണ് ഏറ്റവും, എല്ലാ ബന്ധവും വാക്കുകൊണ്ടാണ്. സംബന്ധം ആഭാഷണപൂർവമാഹു എന്നാ പറയാ കാളിദാസൻ. എല്ലാ ബന്ധവും സംഭാഷണം കൊണ്ടാണ്, അതിനുപയോഗിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് വാക്ക് പ്രസന്ന മധുരമായിരിക്കണം, അമൃതോപമമായിരിക്കണം. കേമത്വം പറയുന്ന ആളുകൾ ഞങ്ങളൊക്കെ, നിങ്ങളിൽ പലരും എന്നെ അങ്ങനെയൊന്നും പറയാൻ കിട്ടുകയില്ല, ഏതാണ്ട് മിടുക്കായിട്ടാണ് കരുതുന്നത്. മനസ്സിലായില്ല, ഇത് വലിയ മിടുക്കൊന്നുമല്ല. മധുരമായി സംഭാഷണം ചെയ്യണം. അതിനെന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ മിടുക്കൊന്നുമല്ല, വിവരക്കേടാണ്. പ്രസന്ന മധുരമായി, മര്യാദാമസൃണമായി, നല്ല നിരപ്പിൽ. അങ്ങനെ വന്ന ചില ഭാഷകളുണ്ട്. സംസ്കൃതം അതിനൊരു ഉദാഹരണമാണ്. ലാവണ്യമുള്ള ഭാഷയിൽ ഒരു പക്ഷേ പ്രാചീന സംസ്കൃത ഭാഷയേക്കാൾ മുന്തി നിൽക്കുന്നതാണ് തമിഴ്. നിരപ്പാർന്ന ഭാഷ. മലയാളമൊന്നും ആ അവസ്ഥയിലാന്ന് പറയാൻ പറ്റില്ല. ക്ലാസിക്കൽ തമിഴ് സംഗീതാത്മകമാണ്, ഒന്ന്. രണ്ട്, പ്രസന്ന മധുരമാണ്. അവരതുകൊണ്ട് ഉറപ്പിച്ചു പറയും, അൻപാക പേശു, സഭയറിന്തു പേശു, പേശിയും പഴക്, പേശാതെയും പഴക്. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? തമിഴിനെ കണ്ടുപിടിക്കണം. മലയാളിയുടെ അഹങ്കാരം ഇല്ലാത്തത് കൊണ്ടാണ്. ലോകത്തിൻ്റെ എവിടെ ചെന്നാലും രക്ഷപ്പെടുന്നത് കൊണ്ടാണ്. സംഭാഷണം ആദ്യം പഠിപ്പിച്ച അവിടുന്ന്. ചീത്ത മധുരമായി പറയൂ. നല്ല അൻപുള്ള ഭാഷ. സഭയറിന്തു പേശു, സമയമറിന്തു പേശു. എവിടെയാ പറയുന്നതെന്നൊക്കെ നോക്കിയിട്ട് പറയുക. മേലുകീഴ് നോട്ടമൊന്നുമില്ലാതെയാണ് ഇന്ന് പിള്ളേർ വർത്തമാനം പറയുന്നത്. ശരിയല്ല. അതൊക്കെ മിടുക്കായിട്ടാണ് തന്തയും തള്ളയൊക്കെ കരുതുന്നത്. ആളും തരവുമൊക്കെ നോക്കി സംസാരിക്കാൻ പഠിക്കണം. അത് പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ സംസ്കാരമില്ലായ്മ മാത്രമല്ല, അനേക രോഗമാണ്. എല്ലാ രോഗങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതാണ്. സഭയറിഞ്ഞ് പറയാൻ പഠിക്കണം, സമയമറിഞ്ഞ് പറയാൻ പഠിക്കണം. പലപ്പോഴും സംസാരിക്കുമ്പോൾ സമയം അറിയില്ല. ശരിയല്ല. സഭയറിന്തു പേശു, സമയമറിന്തു പേശു, പേശിയും പഴക്. പറഞ്ഞ് പരിശീലിക്കണം നല്ലോലെ. പേശാതെയും പഴക്. വേണ്ടാത്തടത്ത് പറയാതിരിക്കാനും സാമർഥ്യം വേണം. ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി പറയും. ആവശ്യമുള്ളിടത്ത് പറയാനും അറിയില്ല. ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഒരുപാട് ഡിഗ്രി ഉണ്ട്, ഒരുപാട് കേമന്മാരാണ്. പക്ഷെ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ പറയാൻ, ചില അവസരങ്ങളിൽ നിശബ്ദത പാലിക്കാൻ അത് പഠിക്കണം. കാലമറിഞ്ഞും ദേശമറിഞ്ഞും
അവസ്ഥയറിഞ്ഞും ഒക്കെ പറഞ്ഞ് പരിശീലിക്കണം. എൻ്റെ നാവ് അങ്ങനെയല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. വാണിയുടെ പവിത്രതയാൽ വേദപാഠാദി പ്രയുക്തമായ സദ്ഗതി എനിക്ക് പ്രാപിക്കണം. അതുകൊണ്ട് എൻ്റെ നാവിനെ പരിശുദ്ധമാക്കണം. വാക്കാണ് വ്യക്തിത്വം. വാക്ക് പവിത്രമായിട്ടുണ്ടെങ്കിൽ എല്ലാം പവിത്രമായി. അതിന് പരുഷമരുത്, പൈശുനമരുത്, അനൃതമരുത്, സംഭിന്നാലാപവും അരുത്. ഇവ മൂന്നും വാക്പാപങ്ങളാണ്. പൈശുനം, കുശുമ്പ്. അവളൊരു കുശുംബിയാണ്, അവനൊരു കുശുംബനാണെന്നൊക്കെ പറയും, കേട്ടിട്ടില്ല. അത് വാക്പാപമാണ്. ഉള്ളിലത് കിടപ്പുണ്ടെങ്കിൽ അങ്ങനെ വാക്ക് വരുള്ളൂ. അതുകൊണ്ട് വാക്ക് നമ്മളറിയാതെങ്കിൽ വരും. അതിനകത്ത് വെടിമരുന്ന് പോലെ ഈ സാധനം ഇരിപ്പുണ്ടാവും. പൈശുനം. എത്രയൊക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാരുഷ്യം പുറത്തു വരും. പരുഷത അതുണ്ടാവരുത്. വളരെ സ്നേഹത്തിൽ ചിലരോട് സംസാരിക്കാൻ ചെന്നാൽ മതി. ഒരുമാതിരി അടയിരിക്കുന്ന പാമ്പിൻ്റെ കൂട്ടാണ് ചാടി വരിക. അത് പാരുഷ്യമാണ്, അത് രോഗമാണ്, ഭാവി നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് പരുഷമരുത്. പൈശുനം, പരുഷം, അനൃതം, ഇല്ലാത്തത് ഉണ്ടാക്കി പറയരുത്. സംഭാഷണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും ഇത്. ചില ആളുകളുടെ കൈ കിട്ടിയാൽ കഷണ്ടിയും താടിയും കൂടെ ഒരു കൂട്ടി കിട്ടിക്കളയും. മനസ്സിലായില്ല? അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ശരിയല്ല. നുണ പറഞ്ഞ ഞാൻ നുണ പറഞ്ഞ നുണയെ നിങ്ങളുടെ ചിരി കണ്ടിട്ട് ഞാനൊരു അത് ശരി, ഞാൻ വിചാരിച്ചു എന്തോ പറ്റിയെന്ന് വിചാരിച്ചു. ഒരു രൂപം കിട്ടിയില്ലല്ലേ? അതുകൊണ്ട് അത്തരക്കാരെ വളരെ അകറ്റി നിർത്തണം. ഒരു വളരെ കെട്ടിച്ചമച്ച് പറയും. ഒരു വഴിക്ക് പോയാൽ മതി. ഒരു സഹോദരനും സഹോദരിയും കൂടി പതുക്കെ നടന്നു വരികയാണ് തമാശയും പറഞ്ഞ്. അവർ തിരിച്ചു വരുമ്പോൾ പറയുന്ന കഥ വേറെ ആയിരിക്കും. വിജയൻറ്റേടി ഞാനതിലേ വരുമ്പോൾ ഒരാണും പെണ്ണും കൂടെ വരുന്ന കാഴ്ച. അവസാനം നമ്മൾ അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോൾ ഇത് സ്വന്തം സഹോദരനും സഹോദരിയും കൂടി പതുക്കെ അതിൽ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ട് വന്നേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവരുടെ മേൽ ചേർത്ത് പറയും. അത് അനൃതമാണ്, വലിയ പാപമാണ്, കൊടിയ പാപമാണ്. ചിലരെ ഒരിടത്തും കയറ്റാൻ കൊള്ളുകയില്ല. ഒരുമാതിരി ശാന്തമായി ആരെങ്കിലും യോജിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരെത്തിക്കഴിഞ്ഞാൽ കലഹം തുടങ്ങും, സംഭിന്നാലാവും. വലത്തുകാല് വെച്ച് വീട്ടിലോട്ട് കയറിയാൽ അയാൾ വന്നു, തിരിച്ചിറങ്ങിയുള്ളൂ, ഭാര്യയും ഭർത്താവും തമ്മിൽ അടി തുടങ്ങും. കാരണം അതിന് കൃത്യമായുള്ളത് വിത്തിടാൻ അറിയും. അധികമൊന്നും വേണ്ട, ചെറിയ മെരട്ട് മതിയാവും. സംഭിന്നാലാവും. മറ്റുള്ളവരെ കലഹിപ്പിക്കുന്നത് ആനന്ദമായിട്ടുള്ള ജന്മങ്ങളാണ്. വാണിയെ അങ്ങനെ ഉപയോഗിക്കുന്നത് അപവിത്രവാണിയാണ്. എവിടെ ചെന്നാലും യോജിപ്പ് കാണാൻ ഇഷ്ടമില്ല. അത് തിരിച്ചു വരുമ്പോൾ പറയും, അവർ തമ്മിൽ നല്ല കൂട്ടാണല്ലോടാ, ഇതങ്ങനെ വിട്ടാൽ പറ്റുകയല്ലോടാ, നമുക്കൊന്ന് കുത്തി നോക്കാം പൊട്ടുമോ എന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹത്തെ തകർക്കാൻ
ഗവേഷണം ചെയ്യുന്നവർ. ഇത് വലിയ പാപമാണ്, മഹാരോഗമാണ്. ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെയെല്ലാം എൻ്റെ വാണി അപവിത്രമാണ് ഭഗവൻ. അതിനാൽ എൻ്റെ വാണിയുടെ പവിത്രത കൊണ്ട് എനിക്ക് സദ്ഗതി ഉണ്ടാകണം. അതിനാൽ മനസ്സിൻ്റെ പവിത്രത തഥാ നിർമ്മലജ്ഞാനത തഥാ ബ്രഹ്മചര്യം. വാണി പവിത്രമായാൽ ബ്രഹ്മചര്യമുണ്ടാവും. ബ്രഹ്മചര്യം വാണിയിലായിരിക്കുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് വിവാഹത്തിലാണെന്നാണ്. വിവാഹത്തിൽ കാര്യമൊന്നുമില്ല, കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും. വാക്കെങ്ങനെയോ അങ്ങനെയാണ് ബ്രഹ്മചര്യം ഇരിക്കുന്നത്. വാക്കിനകത്തുണ്ട് ബ്രഹ്മചര്യത്തിന് വിപരീതങ്ങളായ കാര്യങ്ങൾ, രഹസ്യ ഭാഷണങ്ങൾ, ഗുഹ്യഭാഷണങ്ങൾ, കാമോദ്ദീപകങ്ങളായ വാക്കുകൾ. സദസ്സിലിരിക്കുന്ന രണ്ടുപേരെ തമ്മിൽ കാമിനി കാമുകന്മാരാക്കി മാറ്റുകയോ സദസ്സിലേക്ക് പറഞ്ഞ 1000 കാമിനികളെ സൃഷ്ടിക്കുകയോ കാമുകന്മാരെ സൃഷ്ടിക്കുകയോ ചെയ്യാൻ വാക്ക് മതിയാവും. വാക്കിൻ്റെ വിഭൂതിയിലാതിരിക്കുന്നു. വാക്കാണ് ബ്രഹ്മചര്യം. ചില ആളുകളുടെ അടുക്കൽ കാമോദ്ദീപകങ്ങളായ ഭാവതലങ്ങളുമായി എത്തുമ്പോൾ ഒരു വാക്കു മതിയാവും ഈ കാമമെല്ലാം ഉരുകി ഒലിച്ചു പോകാൻ. നിശബ്ദവും നിസ്തന്ത്രവും നിർമ്മമവും നിസ്സീമവുമായി വാണിയെ സത്യസാക്ഷാത്കാരത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും ഉജ്ജ്വല ഭൂമികയിലേക്ക് കൊണ്ടുപോകുന്ന അസ്മാദൃശന്മാരായ ആചാര്യവര്യന്മാരുണ്ട്. അവരെയൊക്കെയാണ് പോയി കാണേണ്ടത്. അവരുടെ പാദം പതിഞ്ഞ ധൂളികൾ മതിയാവും നമ്മൾ രക്ഷപ്പെടാൻ. അതൊക്കെ വാണിയുടെ കഴിവാണ്. അതിനെ അമൃതവാണി എന്ന് തന്നെ പറയും. തപസ് വാണിയിലാണിരിക്കുന്നത്. വാങ്മയം തപസ്. അത് പലർക്കുമില്ല. അത് എനിക്കും പ്രാപ്തമാകണം ഭഗവൻ. ഇപ്രകാരം ജ്ഞാനം നിശ്രേയസ പര്യന്തം ആരുടെ ഗുണകീർത്തനം ഫലപ്രദാനം ചെയ്യുമോ ആ ബ്രഹ്മസ്വരൂപനായ ത്രിപുരാരിയെ ഞാൻ പ്രണമിക്കുന്നു. ഭഗവാന്റെ അർവാചീന സാകാര സ്വരൂപത്തിൽ ആരുടെ മനസ്സാണ് ധ്യാനിക്കാത്തത്? ഹേ ഭഗവൻ, അങ്ങയുടെ അർവാചീനമായ ആ സാകാര രൂപത്തിൽ ആരുടെ മനസ്സാണ് ധ്യാനിക്കാത്തത്? ആരുടെ വാണിയാണ് എന്തെങ്കിലും പറയാൻ തുടങ്ങാത്തത്? എന്നാൽ ഈ കാര്യം സംഗതമായി കാണുന്നില്ല. കാരണം ആരുടെയെങ്കിലും ഉള്ളിൽ നാസ്തികതയുണ്ടായാൽ ഇത് കാണുന്നില്ല. നാസ്തികരുടെ കാര്യം പോവട്ടെ, നാസ്തികരെ വിടാം, അവരങ്ങനെയാണല്ലോ. ആസ്തികരുടെ മനസ്സും വാണിയും കൂടി വിഷയലോകങ്ങളിൽ ഏർപ്പെടുന്നു. ശ്രദ്ധ കാരണം ജഡബുദ്ധിയാൽ, അശ്രദ്ധ കൊണ്ട് ജഡബുദ്ധിയാൽ അയാളുടെ പാണ്ഡിത്യം കൊണ്ടെന്ത് ഉപയോഗം? ശരിക്കുള്ള പാണ്ഡിത്യം നല്ല വഴിക്കുള്ള യാത്രയാണ്. രണ്ടാമത്തെ കാര്യം പദേ ത്വർവാചീനെ. ഇവിടെ അർവാചീന പദം കൊണ്ട് സൂചിതമായിരിക്കുന്നത് പരമാത്മാവിൻ്റെ പ്രാചീന സനാതന പദവും കൂടിയാണ്. എന്നാൽ ആ പദം അസിദ്ധമാണ്, കിട്ടാൻ പ്രയാസമാണ്. പ്രാചീനമില്ലെങ്കിൽ അർവാചീനം എവിടെ നിന്നാണ് ഉണ്ടാവുക? അപ്പോൾ അതിൻ്റെ കഥ വൃഥാലാപമാവും, പ്രയോജനമില്ലാത്തതാവും. ഇത്തരമൊരു സ്ഥിതിയിൽ അർവാചീന പദത്തിൻ്റെ സ്തുതി ചെയ്ത് തൻ്റെ വാണിയെ പവിത്രീകരിക്കുന്നതിനുള്ള ആശ ദുരാശയാണ്. ഈ പൂർവപക്ഷത്തിനുമേൽ തവ ഐശ്വര്യം യത്തത്,
ഇത്യാദി ചതുർത്ഥ ശ്ലോകം സ്തുതിരൂപത്തിൽ പറയുന്നു. അങ്ങനെ 4-ാം ശ്ലോകം, ശ്ലോകം 4 ചൊല്ലാൻ നേരമുണ്ട്. തവൈശ്വര്യം തവൈശ്വര്യം യത്തജ്ജഗദുദയ യത്തജ്ജഗദുദയ രക്ഷാപ്രളയകൃത് തവൈശ്വര്യം യത്തജ്ജഗദുദയ രക്ഷാപ്രളയകൃത് തവൈശ്വര്യം യത്തജ്ജഗദുദയ രക്ഷാപ്രളയകൃത് തവൈശ്വര്യം യത്തജ്ജഗദുദയ രക്ഷാപ്രളയകൃത് ത്രയീവസ്തുവ്യസ്തം 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 ത്രിഷു ഗുണഭിന്നാസു തനുഷു തിസൃഷു ഗുണഭിന്നാസു തനുഷു തിസൃഷു ഗുണഭിന്നാസു തനുഷു ത്രയീവസ്തുവ്യസ്തം തിസൃഷു ഗുണഭിന്നാസു തനുഷു 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 അഭവ്യാനാമസ്മിൻ 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 വരദരമണീയാമരമണീം വരദരമണീയാമരമണീം അഭവ്യാനാമസ്മിൻ വരദരമണീയാമരമണീം അഭവ്യാനാമസ്മിൻ വരദരമണീയാമരമണീം ശരി ശരി. വിഹന്തും വ്യാക്രോശിം വിഹന്തും വ്യാക്രോശിം വിഹന്തും വ്യാക്രോശിം വിദധത ഇഹൈതേ ജഡധിയ വിദധത ഇഹൈതേ ജഡധിയ വിദധത ഇഹൈതേ ജഡധിയ വിഹന്തും വ്യാക്രോശിം വിദധത ഇഹൈതേ ജഡധിയ
തവ ഐശ്വര്യം. ഒന്നുകൂടെ എല്ലാം കൂടെ 4 എണ്ണം.